റവ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ റവ എടുത്തിട്ടുണ്ട്. അതിന് ഒരു 1.5 ബൗൾ വെള്ളം എടുത്ത് അളന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിനാണോ റവ എടുക്കുന്നത് ആ പാത്രത്തിന് 1.5 പാത്രം വെള്ളം എടുക്കുക. അതിന് കടുക് വറുക്കാനായിട്ട് കടുക്, ചുമന്ന മുളക്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക, കുറച്ച് ഇഞ്ചി, അങ്ങനെ അത് 3 കൂടി അരിഞ്ഞു വയ്ക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതാണ് ആവശ്യം. ചിലർ ഇത് കട്ടിയായിട്ട് ഉണ്ടാക്കാറുണ്ട് ഉപ്പുമാവ്, ഇങ്ങനെ കേക്ക് എൻ്റെ പോലെ വെട്ടിയെടുക്കുന്ന രീതിയിൽ. പക്ഷേ ഞാനിവിടെ പൊടിയായിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതാണ് ടേസ്റ്റ്. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുമന്ന മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് വറന്ന് വരുമ്പോൾ, അതായത് ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളകും ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കണത് എടുത്ത് ഇടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയാണ് ഉപ്മാവ് ഉണ്ടാക്കണമെന്നൊന്ന് ശ്രദ്ധിക്കണേ. അവസാനം വരെ കാണണം. ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇത് നിർബന്ധമൊന്നുമില്ല, അത് ഉപ്മാവിനൊരു ചെറിയ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പാത്രം റവയ്ക്ക് 1.5 പാത്രം വെള്ളം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളത്തിനും റവയ്ക്കും കൂടി കണക്കാക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഇപ്പം തന്നെ അതൊന്ന് ഇളക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം ഈ സമയത്ത്, എന്നാൽ മാത്രമേ റവയിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ട് റവ കുറേശ്ശായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ചിട്ടിട്ട് അത് ഇളക്കിയിട്ട് പിന്നെ അടുത്ത് ഇട്ടാൽ മതി. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും റവ ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ റവ ഇങ്ങനെ കുതിർന്ന് ഇതായിട്ട് വരും. ഇപ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടണത്. അത് കുഴപ്പമില്ല, അത് പിന്നീട് അത് ശരിയായിക്കോളും. ഇങ്ങനെയാണ് വേണ്ടത്, നല്ല റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ അത്ര എടുക്കണ്ട. ഇതെല്ലാം നമ്മളുടെ ഇഷ്ടമനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാന്നുള്ളതാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. തേങ്ങ ഒന്ന് വെന്ത് കിട്ടാനാണ്. സിമ്മിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ കുറച്ച് ചെറിയ ചെറിയ കട്ടകൾ പോലെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഈ പരുവത്തിൽ മതിയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പൊടിഞ്ഞ രൂപത്തിലാണെങ്കിൽ അത് ആ കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കുക. ചട്ടുകം വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ആക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പൊടിയായിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും അറിയാത്ത ചെറിയ പിള്ളേർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.